രാജ്യത്ത് മൺസൂൺ മഴയുടെ ശക്തി കുറയുകയും ചെയ്യുന്നത് പ്രധാന കാരണമായി പറയപ്പെടുന്നത് അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നത് എൽ നിനോ എന്ന പ്രതിഭാസം തന്നെയാണ്. ഇത് കാർഷിക മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ആശങ്ക ശക്തമാക്കുന്നുണ്ട്. ഒപ്പം രാജ്യത്തെ 315 ജില്ലകളിൽ കാർഷിക മേഖലയിൽ പ്രതികൂല സാഹചര്യം രൂപപ്പെടാൻ സാധ്യതയുണ്ടോ? നിലവിൽ നമ്മളുടെ മൺസൂൺ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും കൂടുതൽ വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിർജീവ അവസ്ഥയിൽ നിന്ന് മൺസൂൺ സജീവാവസ്ഥയിലേക്ക് വരുന്ന ഇപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ കൂടുതൽ വടക്കോട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ നിലവിൽ ഇതുവരെ മഴ കമ്മി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് മൺസൂൺ എത്തിച്ചേർന്ന ഇടങ്ങളിൽ മൺസൂണിന്റെ ശക്തി വേണ്ടത്ര മൺസൂൺ കാറ്റിന് വേണ്ടത്ര ശക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മഴ കുറഞ്ഞു പോയി എന്നുള്ളതും മൺസൂൺ ഉത്തരേന്ത്യയിലേക്കും അല്ലെങ്കിൽ മധ്യ ഇന്ത്യയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ വൈകി എന്നുള്ളത് കൊണ്ടുമാണ് മഴ കമ്മി ഇപ്പോൾ നിലവിൽ ഇന്നത്തെ ദിവസത്തെ അനുസരിച്ച് കുറവ് കാണിക്കുന്നത്. അതിൽ നമുക്ക് എൽ നിനോയുടെ നേരിട്ടുള്ള എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്, സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ മൺസൂൺ ശരിക്ക് പ്രോപ്പർ മൺസൂൺ മന്ത്സ് എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് 2 മാസങ്ങളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 4 മാസം. ഉത്തര ഇന്ത്യയോ അല്ലെങ്കിൽ മധ്യ ഇന്ത്യയോ ഒക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ മഴയാണ് കൂടുതൽ നിർണായകമായിട്ടുള്ളത്. അപ്പൊ ആ അടുത്ത മാസങ്ങളിൽ ഉണ്ടാവുന്ന മഴക്കമ്മിയായിരിക്കും ശരിയായ രീതിയിൽ ഈ വർഷം എങ്ങനെയാണ് കാലവർഷം ഉണ്ടാവാൻ പോകുന്നത് എന്നതിനെ നിർണ്ണയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിലവിൽ നമുക്ക് എൽ നിനോയുടെ സ്വാധീനം കൊണ്ട് മൺസൂൺ മഴ കുറഞ്ഞിരിക്കുകയാണെന്ന് തീർപ്പിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്ത ഒരു 5-6 ദിവസങ്ങളിനുള്ളിൽ നമുക്ക് മഴ കൂടാനാണ് സാധ്യത. കാരണം നമ്മുടെ ലോ ലെവൽ ജെറ്റ് സ്ട്രീം എന്ന് പറയും, അതായത് ഒരു മൺസൂൺ കാറ്റുണ്ട്. ഒരു 1.5 കിലോമീറ്റർ ഹൈറ്റിലാണ് അതിന്റെ ശക്തി കൂടി ഉള്ള കാറ്റ് വരിക. അപ്പൊ ആ കാറ്റ് ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരികയാണ്. അപ്പൊ കേരളത്തിലെ അടുത്ത ഈ ഒരു മാസം അവസാനം വരെ നമുക്ക് ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ആഴ്ചയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് മാത്രമല്ല, വരും ആഴ്ചകളിലും മഴ പെയ്യുമെന്നും എന്നാൽ മഴയിൽ കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മഴയുടെ കുറവ് കൃഷിയെ മാത്രമല്ല ജലലഭ്യത, ജലസംഭരണികൾ, കുടിവെള്ള വിതരണം എന്നിവയെല്ലാം ബാധിക്കുന്ന ആശങ്കയും ഇന്ന് ഉയരുന്നുണ്ട്. എത്രത്തോളമാണ് നമ്മൾ ഇതിനെ കരുതേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് ആശങ്ക ഉണ്ടാവുന്നത് എന്താ വെച്ചെങ്കിൽ നമുക്ക് ജൂൺ മാസത്തിൽ കിട്ടേണ്ട മഴ അത് നമുക്ക് ജൂൺ മാസത്തിൽ തന്നെ കിട്ടണം. ഒരു പക്ഷേ സീസൺ അവസാനിക്കുമ്പോൾ സെപ്റ്റംബർ എത്തുമ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ അവസാനം വരെ മൊത്തത്തിൽ പെയ്ത മഴ ചിലപ്പോൾ എല്ലാ വർഷത്തെ പോലെ തന്നെ ശരാശരിയായിട്ട് വരും. പക്ഷെ അതല്ല നമുക്ക് കുഴപ്പം. നമുക്ക് ഈ കൃഷി തുടങ്ങേണ്ട സമയത്ത് മഴ കിട്ടണം. അപ്പൊ ആ സമയത്ത് കിട്ടാതെ എല്ലാ മഴയും കൂടി നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കൃഷി വിത്ത് വിതയ്ക്കുന്ന സമയത്ത് നമുക്ക് മഴ കിട്ടാത്ത അവസ്ഥ വരുന്നു. അപ്പൊ കാർഷിക മേഖലയെ അത് സ്വാധീനിക്കും. മഴയുടെ വിതരണ രീതി വളരെയധികം സ്വാധീനിക്കാൻ പോകുന്നത് കാർഷിക മേഖലയിൽ തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പം മഴക്കമ്മിയുള്ള വയനാട്, ഇടുക്കി മുതലായിട്ടുള്ള ജില്ലകളിൽ ഒരുപാട് മഴക്കമ്മിയാണ്. കേരളത്തിൽ മൊത്തം 35% മഴ കുറവാണ്. വയനാട്ടിലൊക്കെ 65% മഴ കുറവാണ്. ഇപ്പൊ സീസൺ അവസാനിക്കുമ്പോൾ മഴ എല്ലാ വർഷത്തെ പോലെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ചില മാസങ്ങളിൽ 1-2 ദിവസങ്ങളിലൊക്കെ പെരുമഴ പെയ്ത്തുണ്ടാവാം എന്നുള്ളതാണ് നമുക്ക് ചിലപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ശക്തമായ മഴ പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് അപകട സാധ്യത കൂടി വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ കാർഷിക മേഖലയെ എന്തായാലും ഈ മഴയുടെ വിതരണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് കാണുന്ന മഴക്കുറവ്, തുടക്കത്തിൽ തന്നെയുള്ള മഴക്കുറവ്, അല്ലെങ്കിൽ പെയ്യുന്ന ദിവസങ്ങളിൽ ശക്തി കൂടി പെയ്യുക അല്ലെങ്കിൽ പെയ്യാതിരിക്കുക എന്ന് പറയുന്ന മഴ വിതരണ രീതി സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. മൺസൂൺ മഴ ദുർബലമായാൽ കാർഷിക വിളകളുടെ ഉൽപാദനത്തിലുണ്ടാകുന്ന ഇടിവ്, അതുവഴി ഗ്രാമീണ മേഖലയിലെ വരുമാനം കുറയുക, ഭക്ഷ്യവിലക്കയറ്റം എന്നിങ്ങനെ കുറേയധികം തലത്തിൽ സമ്പദ്ഘടനയിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരും. എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള മാറ്റം കൊണ്ടുവരിക? നമുക്ക് കാലവർഷത്തിന്റെ സ്വഭാവം മാറി മാറി വരുന്നതായിട്ട് കുറെ വർഷങ്ങളായിട്ട് നമുക്ക് അനുഭവമുണ്ട്. അത് പല പല ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കും. മൺസൂൺ എന്ന് പറയുന്നത് ഒരു സ്ഥിരവാദമല്ല, അത് വളരെ അധികം അസ്ഥിരമായിട്ടുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ്. പണ്ടുകാലം മുതലേ അത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ അതിന്റെ അസ്ഥിരത, അതിന്റെ ഒരു പ്രവചനാതീതത്വം അത് കൂടിക്കൂടി വരികയാണ്. കാരണം സാധാരണ നമുക്ക് ഒരു ചില ഡിറ്റർമിനിങ് അതിനെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സിന്റെ ഇത് സ്വാധീനം എങ്ങനെയാണ് എന്നുള്ളത് ഒരു കൃത്യത ഉണ്ടായിരുന്നു ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വരെ. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് ഓരോ ഘടകങ്ങൾ, ഇപ്പൊ എൽ നിനോ എങ്ങനെയാണ് മൺസൂണിനെ സ്വാധീനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓരോ അറബിക്കടലിലെ ചൂട് എങ്ങനെയാണ് മൺസൂണിനെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മൊത്തത്തിൽ ആഗോള താപനം മൂലം
ഭൂമിയുടെ കാലാവസ്ഥയിൽ മൊത്തത്തിലുണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗം കൂടിയാണ് മൺസൂണിൽ വന്നിട്ടുള്ള ഈ മാറ്റം. അപ്പം നമുക്ക് അത് ദീർഘകാല അടിസ്ഥാനത്തിൽ അതിനെ പരിശോധിച്ച് പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ കണ്ടെത്തുക എന്നല്ലാതെ ഒരു പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾക്ക് നമുക്ക് ഒരു ഉടനടിയുള്ള സൊല്യൂഷൻസ് നിലവിലില്ല. അതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.